ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം തുടരുന്നു. തന്തിരുവടിയുടെ കൽപ്പിതെല്ലാമെന്നു ചിന്തിച്ചു തൽപാദാബ്ജം സേവിച്ചു കൊള്ളുക നിത്യം. പിന്നയസ്സനൽ കുമാരൻ മുനിയെഴുന്നള്ളി മന്നവൻ ധൃതരാഷ്ട്രൻ തന്നോടായി അരുൾ ചെയ്തു. അധ്യാത്മം പലതരം അജ്ഞാനം കളവാനായി അത്യന്ത മൂഢന്മാർക്കെത്രയും വിപരീതം. താപസശ്രേഷ്ഠൻ താനും എഴുന്നള്ളിയ ശേഷം താപമുൾക്കൊണ്ടു പിന്നെ വിതുരർ ഉര ചെയ്തു. മേരിലെ വിശേഷങ്ങളൊക്കെ കേട്ടു കേട്ടു കാലവും പുലർന്നിതു. പിന്നെ എല്ലാവരും മന്ത്രശാലയിൽ പൊക്കു തുടങ്ങി നിരൂപണം. അന്ധനാം നൃപതിയും ഭീഷ്മദ്രോണാദികളും സഞ്ജയനതു നേരം ധർമ്മജൻ പറഞ്ഞതും കഞ്ചലോചനൻ അരുൾ ചെയ്തതും അറിയിച്ചാൻ. അച്യുതൻ അരുൾ ചെയ്ത വാർത്തകൾ കേട്ടു ഭീഷ്മർ നിശ്ചയം കൃഷ്ണൻ ചൊന്നാൽ അന്തരമില്ലയെന്നാൻ. മൂർത്തികൾ 3 പേർക്കും മൂലമാം മുകുന്ദനും പാർത്ഥനും ഒരു ഭേദമില്ലടോ സുയോധന. തന്നെത്താൻ പുകഴ്ത്തുന്ന കർണനും നീയുമോടും സന്നാഹമോടു പാണ്ഡുനന്ദനൻ വരുന്നേരം. ഗോക്കളെ വീണ്ടു കൊണ്ടുപോയതു കണ്ടതില്ലേ നോക്കടോ സുയോധന. കണ്ടാലൊട്ടറിയണം വരുവാനുള്ളതൊക്കെ വന്നാൽ പിന്നെയേയുമേതും അറിയപ്പോകാതവരെങ്ങനെ പൊറുക്കുന്നു. വെന്തുപോകേണമിവരെന്നതു നിങ്ങളുള്ളിൽ ചിന്തിച്ചു ജതുഗേഹം അതിലാക്കി വാതിൽ ബന്ധിച്ചു തീയും വെച്ചന്തരം. വരികയാൽ അന്തവും അവർക്കു വന്നിടാതെ ജീവിച്ചൊരു കുന്തിതൻ തനയന്മാരഭ്യുദയത്തെ കണ്ടു സന്താപം പൂണ്ടോരു നീ കള്ളച്ചൂതാലെ നാടുമെന്തൊരു കഷ്ടം പറിച്ചടവി തന്നിലാക്കി. എന്തിനു നല്ലു നമുക്കെന്നതു മനക്കാമ്പിൽ ചിന്തിച്ചു വാഴും കാലം പിന്നെയും ചതിയാലെ. അന്തകപുരത്തിങ്കലയപ്പാൻ പൊയ്ക തന്നിൽ അന്തരാ ചെന്നു നിങ്ങൾ മരുന്നു കലക്കുമ്പോൾ. ഗന്ധർവശ്രേഷ്ഠൻ ചിത്രസേനനും പടയുമായി ബന്ധിച്ചു നിങ്ങളെയും കൊണ്ടവൻ